ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലാബിൻ്റെ തേർഡ് എക്സ്പെരിമെൻ്റ് ആണ്. ഓക്കെ ഓക്കെ നമ്മൾ ബേസിക് ലിനക്സ് കമാൻഡ്സ് എന്താണെന്ന് കണ്ടു. ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്, സെക്കൻഡ് എക്സ്പെരിമെൻറ്റ് ഷെൽ പ്രോഗ്രാമിംഗ് കണ്ടു. ദെൻ തേർഡ് എക്സ്പെരിമെൻറ്റ് വിച്ച് ഇസ് മാൻഡേറ്ററി വൺ, ദാറ്റ് ഇസ് സിസ്റ്റം കോൾസ് ഓഫ് ഇൻ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സിസ്റ്റം കോൾസ് എന്ന ടോപ്പിക് നമ്മൾ ഓൾറെഡി തിയറിയിൽ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് സിസ്റ്റം കോൾസ്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് വാട്ട് ഇസ് സിഗ്നിഫിക്കൻസ് ഓഫ് സിസ്റ്റം കോൾ, പിന്നെ വർക്കിംഗ് ഓഫ് സിസ്റ്റം കോൾ എന്ന് പഠിച്ചു. ദെൻ നമ്മളിവിടെ യൂസ് മോഡും കേർണൽ മോഡ് എന്താണെന്ന് പഠിച്ചു. ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം കോൾസ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, അപ്പം അവിടെ നമ്മൾ സിസ്റ്റം കോൾസ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പഠിച്ച് പ്രോസസ് കൺട്രോൾ, ദെൻ ഇൻഫോർമേഷൻ, ദെൻ ഫയൽ മാനേജ്മെൻറ്റ്, അങ്ങനെയൊക്കെയാണ് പഠിച്ചത്. അതിൻ്റെ കാറ്റഗറിയിൽ വരുന്ന സിസ്റ്റം കോൾ, ഓരോ കാറ്റഗറി, ഓരോ ടൈപ്പ് കാറ്റഗറിയിൽ വരുന്ന സിസ്റ്റം കോൾസാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വരുന്ന കാറ്റഗറിയാണ്. സോ അതിന് മുന്നേ ജസ്റ്റ് സിസ്റ്റം കോൾസ് എന്താണെന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, സോ സിസ്റ്റം കോൾസ് എന്ന് പറഞ്ഞ് വേറെ ഒന്നുമില്ല, സിസ്റ്റത്തിനെ കോൾ ചെയ്യുക, അതല്ലേ മീനിങ്. സിസ്റ്റം കോൾസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിനെ കോൾ ചെയ്യുക. എനിക്കൊരു യൂസർ പ്രോസസ്സിന് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് നീഡ്സ് റിസോഴ്സസ് എവിടെ നിന്ന് ആക്സസ് ചെയ്യും? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പം ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആക്സസ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? We must request, the process must request the kernel for accessing the resources. ഓക്കെ, അപ്പം ഒരു പ്രോസസ്സിന് അതിന് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് നമ്മളറിയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എനിക്ക് ആ റിസോഴ്സസ് ആവശ്യമുണ്ടെങ്കിൽ, ആ പ്രോസസ്സിന് റിസോഴ്സസ് ആവശ്യമുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് റിക്വസ്റ്റ് ദ kernel. It must request the service from the kernel. ഓക്കെ, അപ്പം എനിക്ക് പറയാം സിസ്റ്റം കോൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഇൻ്റർഫേസ് ആണ്. നമ്മുടെ പ്രോസസ്സും ഓപ്പറേറ്റിംഗ് സിസ്റ്റം തമ്മിലുള്ള ഇൻ്റർഫേസ് ആണ് ആര്? സിസ്റ്റം കോൾ എന്ന് പറയാം. സോ പ്രോസസ്സിന് എനിക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സർവീസസ്, അല്ലെങ്കിൽ സർവീസസ് മീൻസ് എന്തൊക്കെ? സർവീസസ് മീൻസ് റിസോഴ്സസ്. Okay, that is resource allocation, then file systems, then program execution, then IO operations, then protection and security. അപ്പോൾ എന്ത് കാര്യമായാലും ഒരു പ്രോസസ്സിന് എന്ത് ആവശ്യം, എന്ത് സർവീസസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് സർവീസസ് ആവശ്യമുണ്ടെങ്കിലും എന്ത് ചെയ്യണം? സിസ്റ്റം കോള് ആണ് അതിൻ്റെ വേ. ഓക്കെ, സോ എനിക്ക് പറയാം സിസ്റ്റം കോൾ ഇറ്റ് പ്രൊവൈഡ്സ് എ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ പ്രോസസ് ആൻഡ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, സോ നമുക്ക് അനദർ ഡെഫിനേഷനായിട്ട് പറയാം, എ സിസ്റ്റം കോൾ ഇസ് എ പ്രോഗ്രാമാറ്റിക് വേ ഇൻ വിച്ച് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം റിക്വസ്റ്റ് എ സർവീസ് ഫ്രം ദ കേർണൽ ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഓൺ. വെൻ ഇറ്റ് റിക്വസ്റ്റ് സർവീസസ്, ഇപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് യൂസർ പ്രോഗ്രാംസിന് സർവീസസ് വേണമെങ്കിൽ, യൂസർ പ്രോഗ്രാംസിന് OSൻ്റെ സർവീസസ് വേണമെങ്കിൽ ഇറ്റ് മസ്റ്റ് റിക്വസ്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ വേ ഫോർ എ പ്രോഗ്രാംസ് ടു ഇൻട്രാക്ട് വിത്ത് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇറ്റ് മേക്സ് എ സിസ്റ്റം. എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്? ഇന്ന സർവീസ് എനിക്ക് വേണം എന്നെങ്ങനെയാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്? പ്രോസസ് ബൈ മീൻസ് ഓഫ് ദിസ് സിസ്റ്റം കോൾ. ഓക്കെ, so what is the purpose of the system call? It provides the services of the operating system to the user programs via the interface, application program interface വഴി യൂസർ പ്രോഗ്രാംസിന് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് സിസ്റ്റം കോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, that is it provides an interface between the process and the operating system to allow the user level processes to request services of the operating system. ഓക്കെ, അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സർവീസസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആക്സസും ചെയ്യണം. ഓക്കെ, ആ ആക്സസ് ഒരു ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആര്? സിസ്റ്റം കോൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പറയാം സിസ്റ്റം കോൾസ് ആർ ദ ഓൺലി എൻട്രി പോയിൻറ്റ്സ് ഓഫ്
to the kernel system. ഓക്കെ, ഇപ്പം സപ്പോസ് നമുക്കൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് മോഡിലും വർക്ക് ചെയ്യും അല്ല എക്സിക്യൂട്ട് ചെയ്യും, യൂസർ മോഡിലും കേർണൽ മോഡിലും. ഇപ്പോൾ യൂസർ മോഡിൽ വർക്ക് ചെയ്തുകൊണ്ട് പ്രോസസ്സ് എന്ന് പറയുമ്പം ദറ്റ് ഇസ് സേഫാണ്. കേർണൽ മോഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രിവിലേജ്ഡ് മോഡിലാണ്. അത് കാരണം ആ ഒരു കേർണൽ മോഡിൽ വർക്ക് ചെയ്യുന്ന പ്രോസസ്സിന് സർവീസസ് റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കേർണൽ തന്നെ എന്തെങ്കിലും ഡയറക്റ്റ് പ്രൊവൈഡ് ചെയ്യും അല്ലേ, സിസ്റ്റം കോളിൻ്റെ ആവശ്യമില്ല. പക്ഷേ യൂസർ മോഡിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് സർവീസസ് ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യണം, സിസ്റ്റം കോൾ വഴിയേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ യൂസർ മോഡിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ, യൂസർ മോഡിലാണ് പ്രോസസ്സ് വർക്ക് ചെയ്യുന്നെങ്കിൽ അതിന് യൂസർ പ്രോസസ്സ് എന്നും, കേർണൽ മോഡിലാണ് വർക്ക് ചെയ്യുന്നത് അതിന് കേർണൽ പ്രോസസ്സ് എന്നും പറയും. ഓക്കെ, കേർണൽ മോഡിൻ്റെ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വൺസ് എ സിസ്റ്റം ഇസ് ക്രാഷ്ഡ്, വൺസ് അവിടെ ഒരു നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സ് ക്രാഷ് ആയി കഴിഞ്ഞാൽ ദ ഹോൾ സിസ്റ്റം വിൽ ബി ക്രാഷ്ഡ്. പക്ഷേ ആ ഒരു ഇത് കേർണൽ യൂസർ മോഡിൽ ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഇല്ല. ഓക്കെ, മനസ്സിലാക്കുക, യൂസർ മോഡിലാണ് പ്രോസസ്സ് വർക്ക് ചെയ്യുന്നതെങ്കിൽ മോഡ് ബിറ്റ് വിൽ ബി സെറ്റ് ടു 1. ഓക്കെ, മോഡ് ബിറ്റ് വിൽ ബി സെറ്റ് ടു 1 ആൻഡ് കേർണൽ മോഡിലാണെങ്കിൽ മോഡ് ബിറ്റ് വിൽ ബി സെറ്റ് ടു 0. അപ്പോൾ ഒരു പ്രോസസ്സ്, ഒരു യൂസർ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇറ്റ് നീഡ്സ് സം റിസോഴ്സസ് ഫോർ ഇറ്റ്സ് എക്സിക്യൂഷൻ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിസ്റ്റം കോളിനെ വിളിക്കുന്നു. സിസ്റ്റം കോളിനെ വിളിക്കുമ്പോഴത്തേക്കും, കാരണം അത് ഇൻട്രപ്റ്റ് ചെയ്യുന്നു. സിസ്റ്റം കോളിനെ വിളിക്കുമ്പോഴത്തേക്കും അത് എവിടെ സിസ്റ്റം കോളിനെ വിളിക്കണമെങ്കിൽ ഇറ്റ് മസ്റ്റ് റിക്വസ്റ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ റിക്വസ്റ്റ് ചെയ്യും കേർണലിൻ്റെ അടുത്ത്. സോ ആ ഒരു എന്ത് സിസ്റ്റം കോളാണ്, എന്ത് സർവീസസ് ആണ് വേണ്ടത്, അല്ലെ എന്താണ് ആവശ്യമുള്ളത്, ഇത് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ എക്സിക്യൂട്ട് ചെയ്ത് ദ റിസൾട്ട് വിൽ ബി സെൻഡ് ടു ഓർ സെൻഡ് ബാക്ക് ടു ദ യൂസർ പ്രോസസ്. അങ്ങനെ യൂസർ പ്രോസസ് വിൽ കണ്ടിന്യൂ ഇറ്റ്സ് എക്സിക്യൂഷൻ. ഓക്കെ, അപ്പോൾ ആ വർക്കിംഗ് ഞാൻ ഒന്നും കൂടെ പറയാണ്. സോ question it can be asked for the theory part, that is explain the architecture of system call or the working of a system call or a steps for system call. So you have to draw this figure and must explain the steps. ഓക്കെ, നോക്കിക്കേ, ഒരു യൂസർ മോഡിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ്, ദാറ്റ് ഇസ് 1, യൂസർ പ്രോസസ്സ് എക്സിക്യൂട്ടിങ്. അപ്പോൾ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് CPU-ൽ. അപ്പോഴാണ് എന്തെങ്കിലും ഒരു ഇൻട്രപ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പം യൂസർ മോഡിൽ നിന്ന് അടുത്ത ഇൻട്രപ്റ്റ് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം, ഇറ്റ് മസ്റ്റ് ഗെറ്റ് ദ സിസ്റ്റം കോൾ, അല്ലെങ്കിൽ സിസ്റ്റം കോളിനെ ഇൻവോക്ക് ചെയ്യണം അല്ലെങ്കിൽ വിളിക്കണം. So that's the second step. After that, system call is executed in the kernel mode on a priority basis. അപ്പം നമ്മൾ സിസ്റ്റം കോളിനെ വിളിച്ചു, ആ സിസ്റ്റം കോൾ എന്ത് ചെയ്യും, സിസ്റ്റം കോളിനെ വിളിച്ചിട്ട് ആ ഒരു സിസ്റ്റം കോളിനെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ആ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ദ കൺട്രോൾ വിൽ ബി റിട്ടേൺ ടു ദ യൂസർ മോഡ്. Okay, control will be returned to the user mode and the execution of the user mode resumed in the kernel mode. So this is a working of the system call. Okay, ഒരു ഇൻട്രപ്റ്റ് വരുമ്പോഴാണ് എന്ത് ചെയ്യണം, റിസോഴ്സസ് ആവശ്യം വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, സിസ്റ്റം കോളിനെ ഇൻവോക്ക് ചെയ്യും. അത് കേർണൽ മോഡിലും സിസ്റ്റം കോളിനെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഇറ്റ് വിൽ റിട്ടേൺ ബാക്ക് ഫ്രം ദ കേർണൽ മോഡിൽ നിന്ന് റിട്ടേൺ ചെയ്ത് നേരെ യൂസർ മോഡിലോട്ട് എത്തും. Okay, next we are going to discuss the different types of system calls. നമ്മൾ കാരണം ഈ ഡിഫറെൻറ്റ് നമ്മളിവിടെ കുറച്ച് മെയിൻലി 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം കോൾസ് ആണുള്ളത്. അതിൽ നമ്മൾ ജസ്റ്റ് ഏതൊക്കെ സിസ്റ്റം കോൾസ് എന്ന് പഠിച്ചതേ ഉള്ളൂ. അത് നമ്മൾ ശരിക്കും ഈ ലാബിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം കോൾസ്? സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം കോൾസ് എന്ന് പറയുന്നത് പ്രോസസ് കൺട്രോൾ,
then file management, device management, information maintenance, then communication. Okay, process control. Process control നമ്മൾ ഓൾറെഡി പ്രോസസ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഓൾറെഡി പഠിച്ചു. സെക്കൻഡ് മോഡ്യൂൾ പ്രോസസ് ക്രിയേഷനും പ്രോസസ് ടെർമിനേഷനും. ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്പോൾ നമ്മൾ കുറച്ച് സിസ്റ്റം കോൾസ് അവിടെ വെച്ച് ഓൾറെഡി പഠിച്ചു. ഓക്കെ, സോ അതാണ് പ്രോസസ് കൺട്രോളിൽ വരുന്നത്. Process control means this deals with the process such as process creation, termination, etc. അപ്പോൾ ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർക്ക് എന്ന് പറഞ്ഞ സിസ്റ്റം കോൾ യൂസ് ചെയ്യും. ഇനി നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഒരു ഫോർക്ക് സിസ്റ്റം കോൾ വിളിക്കുമ്പോഴത്തേക്കും ഡ്യൂപ്ലിക്കേറ്റ് ഒരു പാരൻ പ്രോസസ്സ് എന്തെങ്കിലും ഒരു ചൈൽഡ് പ്രോസസ്സിന് ക്രിയേറ്റ് ചെയ്യും. അതൊക്കെ നമ്മളവിടെ പഠിച്ചു. Then that type of system calls will come under this category, that is process control. പ്രോസസ്സിൻ്റെ അതിൻ്റെ കംപ്ലീഷൻ എൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെ അബോട്ട് ചെയ്യുന്നത്, ഒരു പ്രോസസ്സിനെ ലോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, പിന്നെ ഒരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യും, ഒരു പ്രോസസ്സിനെ ടെർമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ വേറൊരു പ്രോസസ്സ്, ഒരു പാരൻ പ്രോസസ്സ് ചൈൽഡ് പ്രോസസ്സ് എക്സിക്യൂഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെയിറ്റ് സിസ്റ്റം കോൾ ഉണ്ട്, ദെൻ എക്സിറ്റ് സിസ്റ്റം കോൾ ഉണ്ട്, ദെൻ എക്സിക്യൂട്ട് സിസ്റ്റം കോൾ ഉണ്ട്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം കോൾസ് കം അണ്ടർ ദിസ് പ്രോസസ് കൺട്രോൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ഫയൽ മാനേജ്മെൻറ്റ്. ഫയൽ മാനേജ്മെൻറ്റിൻ്റെ അകത്ത് നമ്മൾ ഫയൽ മാനേജ്മെൻറ്റ് നമ്മൾ ലാബ് ചെയ്യുന്നുണ്ട്. ഫയൽ മാനേജ്മെൻറ്റ് സിസ്റ്റം കോൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ലാബും ചെയ്യുന്നുണ്ട്. അവിടെ നമ്മളൊരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യുന്നതും, അതായത് ഫയൽ മാനിപ്പുലേഷന് വേണ്ടിയിട്ടാണ് ഈ ഫയൽ മാനേജ്മെൻറ്റ് എന്ന ഒരു സിസ്റ്റം കോൾസ് യൂസ് ചെയ്യുന്നത്. മീൻസ് ഫയൽ ക്രിയേറ്റ് ചെയ്യാനും, ഒരു ഫയലിനുള്ള കണ്ടൻറ്റ് റീഡ് ചെയ്യാനും, ആ കണ്ടൻറ്റ് റീഡ് ചെയ്തിട്ട് വേറെ ഫയലോട്ട് റൈറ്റ് ചെയ്യാനും, ദെൻ ഫയലിൻ്റെ ആട്രിബ്യൂട്ട്സിനെ സെറ്റ് ചെയ്യാനും, ഓക്കെ, ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റം കോൾസ് ആണ് വിൽ കം അണ്ടർ ദ ഫയൽ മാനേജ്മെൻറ്റ് കാറ്റഗറി. ഓക്കെ, ദെൻ തേർഡ് വൺ ഇസ് ഡിവൈസ് മാനേജ്മെൻറ്റ്. ഡിവൈസ് മാനേജ്മെൻറ്റ് മീൻസ് ഇപ്പം they are responsible for device manipulation such as നമ്മൾ reading from device buffers. that is device management എന്ന് പറയുമ്പം ഇപ്പോൾ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്നും എനിക്ക് റീഡ് ചെയ്യണം. അപ്പോൾ ഒരു യൂസർ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ ഒരു ഇൻട്രപ്റ്റ് വരുവാണെങ്കിൽ സിസ്റ്റം കോൾ റിക്വസ്റ്റ് സർവീസ് ഫ്രം ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ റിക്വസ്റ്റ് കൊടുക്കണം, ഒരു ഡിവൈസിന് വേണ്ടി റിക്വസ്റ്റ് കൊടുക്കണം, എന്നിട്ട് ആ ഡിവൈസിനെ എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷം അതിനെ റിലീസ് ചെയ്യണം. ഓക്കെ, ആ ഡിവൈസിൻ്റെ ആട്രിബ്യൂട്ട്സ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതായത് നമ്മുടെ ആ കണ്ടൻറ്റിന്, അതായത് ഡിവൈസിൽ നിന്ന് റീഡ് ചെയ്തിട്ട് അത് ഔട്ട് ചെയ്യണം, ഡിവൈസ് ബഫറിലോട്ട് ഔട്ട് ചെയ്യണം. സോ അങ്ങനെയൊക്കെ വരുന്ന സിസ്റ്റം കോൾസാണ് വിൽ കം അണ്ടർ ഡിവൈസ് മാനേജ്മെൻറ്റ്. അവിടെയും ഇതേപോലെ തന്നെ റീഡും റൈറ്റൊക്കെ ഉണ്ട്. ഓക്കെ, റീഡും റൈറ്റും ഇവിടെയും ഫയൽ മാനേജ്മെൻറ്റിൽ നമുക്ക് റീഡ് ഉണ്ട്, റൈറ്റ് ഉണ്ട്, ഓപ്പൺ ഉണ്ട്, ഓക്കെ, ക്ലോസ് ഉണ്ട്. സോ അതൊക്കെ നമ്മൾ നമ്മുടെ ലാബിൽ ഈ സിസ്റ്റം കോൾസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഇൻഫോർമേഷൻ മെയിൻ്റനൻസ്. ഇൻഫോർമേഷൻ മെയിൻ്റനൻസ് മീൻസ് ഒരു പ്രോസസ്സിൻ്റെ ഇൻഫോർമേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പ്രോസസ്സിൻ്റെ മീൻസ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസർ പ്രോഗ്രാമും തമ്മിലുള്ള ആ ഇൻഫോർമേഷൻ ഹാൻഡിൽ ചെയ്യുന്നതും അത് തമ്മിലുള്ള ഇൻഫോർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നതും ഈ ഒരു ഇൻഫോർമേഷൻ മെയിൻ്റനൻസ് സിസ്റ്റം കോൾ വഴിയാണ്. ആ ഒരു പ്രോസസ്സിൻ്റെ എനിക്ക് ആട്രിബ്യൂട്ട് കിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം പ്രോസസ്സിൻ്റെ കറണ്ട് സിസ്റ്റം ടൈമും അതൊക്കെ നമുക്ക് ഡേറ്റും സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ബൈ യൂസിങ് PID. ഓക്കെ, PID ഗെറ്റ് PIDയും ഗെറ്റ് PPID എന്ന സിസ്റ്റം കോൾ വെച്ചിട്ട് എനിക്ക് ഒരു പ്രോസസ്സിൻ്റെ ID ഗെറ്റ് ചെയ്യാൻ പറ്റും. പാരൻറ്റ് പ്രോസസ്സിൻ്റെ IDയും ചൈൽഡ് പ്രോസസ്സിൻ്റെ IDയും ഗെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു ടൈപ്പ് സിസ്റ്റം കോൾസ് വിൽ കം അണ്ടർ ദ കാറ്റഗറി ഇൻഫോർമേഷൻ മെയിൻ്റനൻസ്. ലാസ്റ്റ് വൺ ഇസ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ മീൻസ് നമ്മൾ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾസാണ് കമ്മ്യൂണിക്കേഷൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ മീൻസ് പ്രോസസ്സുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, രണ്ട് പ്രോസസ്സും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന.
അപ്പം ആ ഒരു ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷന് യൂസ്ഫുൾ ആയിട്ടുള്ള സിസ്റ്റം കോൾസാണ് ഇവിടെ വരുന്നത്, ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ, രണ്ട് പ്രോസസ്സും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മുന്നേ ഒരു കണക്ഷനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ ആ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു കണക്ഷൻ ഡിലീറ്റ് ചെയ്യാനും. അപ്പം ദെൻ നമ്മൾ ഇനി പഠിക്കും ഷെയർഡ് മെമ്മറിയും മെസ്സേജ് ക്യൂ ഒക്കെ വെച്ചിട്ടുള്ള. സോ ഷെയർഡ് മെമ്മറിയിൽ നമുക്ക് അങ്ങ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റം കോൾസ് ഉണ്ട്. ദെൻ മെസ്സേജ് പാസിങ്ങിന് വേണ്ടിയിട്ട് സെൻഡും റിസീവ് മെസ്സേജസ് എന്ന കുറേ സിസ്റ്റം കോൾസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ടൈപ്പുള്ള സിസ്റ്റം കോൾസ് വിൽ കം അണ്ടർ ദ കമ്മ്യൂണിക്കേഷൻ കാറ്റഗറി. ഓക്കെ, അപ്പോൾ ഇത്രയും സിസ്റ്റം കോൾസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ചില സിസ്റ്റം കോൾസൊക്കെ നമ്മൾ പ്രോഗ്രാമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രോസസ്സ് കൺട്രോളിൻ്റെ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഫോർക്ക് യൂസ് ചെയ്ത സിസ്റ്റം കോളാണ്. പിന്നെ ഒരു പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്ത് പുറത്ത് പോകുമ്പോഴത്തേക്ക് എക്സിറ്റ്. ഒരു പ്രോസസ്സ് വേറൊരു പ്രോസസ്സ് ഒരു പാരന്റ് പ്രോസസ്സ് ചൈൽഡ് പ്രോസസ്സിൻ്റെ എക്സിക്യൂഷന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഒരു സിസ്റ്റം കോളാണ് വെയിറ്റ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം കോൾസൊക്കെ നമ്മളിപ്പം പഠിക്കും. നമ്മളൊക്കെ സി പ്രോഗ്രാമിൽ നമ്മളിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഫയൽ മാനിപ്പുലേഷൻ, ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നതും റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും ഇതൊക്കെ എന്താണ് സിസ്റ്റം കോൾസ് ആണ്. ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ താഴെ പറയാം. നെക്സ്റ്റ് വരുന്ന ഡിവൈസ് മാനിപ്പുലേഷൻ, ഒരു കൺസോളിൽ നിന്ന് റീഡ് ചെയ്യാനും കൺസോളിലോട്ട് റൈറ്റ് ചെയ്യാനും. നെക്സ്റ്റ് ഇസ് ഇൻഫർമേഷൻ മെയിൻ്റനൻസ് എന്ന് പറയുമ്പം ഒരു പ്രോസസ്സിൻ്റെ ID സെറ്റ് ചെയ്യാനും അതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾസാണ് ഇൻഫർമേഷൻ മെയിൻ്റനൻസിൽ വരുന്നത്. ടൈമും ഡേറ്റ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ളതും. ദെൻ കമ്മ്യൂണിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷനും യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾസാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കാറ്റഗറിയിൽ വരുന്നത്. ദാറ്റ് ഇസ് ഷെയർഡ് മെമ്മറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മൾ SHM ഗെറ്റ്. ഷെയർഡ് മെമ്മറി അത് ഗെറ്റ് ചെയ്യാനുള്ള ആ ഒരു സിസ്റ്റം കോളാണ്. ദെൻ പൈപ്പും പിന്നെ മെസ്സേജ് പാസിംഗ് ഉണ്ട്. ഓക്കെ, അപ്പം അതിന് യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾസൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഒരു യൂസർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തെങ്കിലും സർവീസസ് ആവശ്യമാണെങ്കിൽ ഇറ്റ് വിൽ റിക്വസ്റ്റ് ദ കേർണൽ ടു പ്രൊവൈഡ് ദ സർവീസസ്. അതെങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വഴി നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ആ ഒരു എക്സാമ്പിൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.